എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ. കുറേ പേര് ചോദിക്കുന്ന ഒരു ഇതാണ് ഇലക്ട്രിക് സൈക്കിൾ തായോ എന്നുള്ളത്. ഇന്ന് നമ്മൾ ഒരു ഇലക്ട്രിക് സൈക്കിൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. മുൻകാലങ്ങളിലെല്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ് ഇത് വരുന്നത്. ഈ മോട്ടറാഡിൻ്റെ X2 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. സോ നമുക്ക് ബൈക്കിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരാം. നമ്മൾ നോർമലി ചെയ്യാറുള്ളത് പോലെ തന്നെ നമുക്ക് ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്ത് ആയിട്ട് നമുക്ക് സംസാരിക്കാം സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ മോട്ടറാഡിൻ്റെ X2 എന്ന് പറഞ്ഞ ഇലക്ട്രിക് ബൈക്കിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നോർമലി നമ്മൾ തുടങ്ങാറുള്ളത് എല്ലാവർക്കും അറിയാം ഫ്രണ്ടിൽ നിന്നാണ്. ഫ്രണ്ടിൽ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു നൈലോൺ 27.5 വരുന്ന ഹാർട്ടെക്സിൻ്റെ ടയറാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 27.5 ടയർ സൈസ് വരണത്. അതുപോലെ തന്നെ എലോയ് ആയിട്ടുള്ള റിം യൂസ് ചെയ്തിട്ടുണ്ട്. നട്ട് ബോൾട്ട് ആണ് ആക്ച്വലി, കാരണം ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ബൈക്കും കൂടിയാണ്. സിംഗിൾ സ്പീഡാണ്. നോർമലി ഇലക്ട്രിക് സൈക്കിളിൽ സിംഗിൾ സ്പീഡ് തന്നെയാണ് നല്ലത്. ഫ്രണ്ടിൽ ബോൾട്ട് സിസ്റ്റമാണ്, പക്ഷേ ബ്രേക്കിംഗ് വരുന്നുണ്ട്. ഹൈഡ്രോളിക് അല്ല, മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ് അതിൽ വരുന്നത്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 100 mm ട്രാവലാണ് ഇതിൽ ആക്ച്വലി വരുന്നത്. 100 mm ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രെയിമിലേക്ക് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രെയിം നമുക്ക് ആക്ച്വലി വരുന്നത് സ്റ്റീൽ ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ ഒരു 100-110 കിലോ ഭാരമുള്ള ഏതൊരു വ്യക്തിക്കും നമുക്കിത് റൈഡ് ചെയ്യാൻ പറ്റും. റൈഡർ ഹൈറ്റ് വരുന്നത് ഒരു 5 feet മുതൽ 6 feet ഹൈറ്റുള്ള റൈഡർ ഹൈറ്റാണ് കമ്പനി പറയുന്നത്. ഇതൊരു ഇലക്ട്രിക് സൈക്കിൾ ആയതുകൊണ്ട് പേഴ്സണലി ഇതൊരു ഹൈറ്റ് വെച്ച് നമുക്ക് റൈഡ് ചെയ്യേണ്ടതല്ല. പ്രൊഫഷണൽ ബൈക്കുകളിലേക്കാണ് കുറച്ചുകൂടി ഹൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ ഫ്രെയിമിലേക്ക് എടുത്ത് നോക്കാം. ഫ്രെയിം നമുക്ക് വരുന്നത് ആക്ച്വലി സ്റ്റീൽ ഫ്രെയിമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു റെഡ് തീമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റെഡ് തീമിലേക്ക് നമുക്ക് സാധനം വരുമ്പോൾ ഒരു നല്ലൊരു ഫ്രെയിം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പെയിൻറ്റ് ജോബ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ 2 ബിൽറ്റ് ഇൻ ഇന്ത്യ, എല്ലാവർക്കും അറിയാം ഈ മോട്ടറാഡ് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതിൻ്റെ ഒരു ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ സ്പോട്ട് എന്നൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഗിയറാണ്, ഫ്രണ്ടിൽ ഒരു ഗിയറും ബാക്കിൽ ഒരു ഗിയറും. സിംഗിൾ സ്പീഡാണ് വരണത്. അതുപോലെ തന്നെ ഫ്രെയിമിൽ വേറെ ഇതുണ്ട്, മൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൗണ്ട് പർച്ചേസ് ചെയ്യാം. സെപ്പറേറ്റ് ആക്സസറീസും കാര്യങ്ങളും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് സംഭവം പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സംഭവങ്ങൾ വരണത്. ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളും എല്ലാം വരണത്. വാറണ്ടി സൈഡ് പറയുകയാണെങ്കിൽ ഫ്രെയിമിന് നമുക്ക് 5 വർഷമാണ് വാറണ്ടി വരണത്. ഫ്രെയിമിന് 5 വർഷവും അതിൻ്റെ മോട്ടറിനും 2 വർഷമായിട്ടാണ് ബാറ്ററി വാറണ്ടി കാര്യങ്ങളെല്ലാം കമ്പനി ക്ലെയിം ചെയ്യണത്. ബാക്കിലാണ് അതിൻ്റെ മോട്ടർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിൻ്റെ ഭാഗം കുറച്ച് ഭാരം കൂടുതലാണ്. ഇവിടെയാണ് മോട്ടറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ബാക്കിൽ ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട് കമ്പനി. അത് മെക്കാനിക്കൽ തന്നെയാണ്, സെയിം തന്നെയാണ്. 27.5 ഇഞ്ചിൻ്റെ ടയർ തന്നെയാണ് ബാക്കിലും കൊടുത്തിരിക്കുന്നത്. ഹാർട്ടെക്സിൻ്റെ തന്നെയാണ് ടയർ വന്നിരിക്കുന്നത്. റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയാത്തൊരു ഭാഗം ഹാൻഡിൽ ബാറാണ് സുഹൃത്തുക്കളെ. ഹാൻഡിൽ ബാറിൻ്റെ ഭാഗം ഇവിടെ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെയാണ് നമുക്ക് കീ വരുന്നത്. കീ ഇട്ടിട്ട് നമുക്ക് സംഭവം ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആണ് ഈ മോട്ടറാഡിൻ്റെ ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ്, എത്ര കിലോമീറ്റർ ഓടി, ഓഡോമീറ്റർ, അതുപോലെ തന്നെ എത്ര സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നത് എന്നെല്ലാം ഇതിലറിയാൻ പറ്റും. ആക്സിലേറ്റർ വരുന്നത് ആക്ച്വലി ഇവിടെയാണ് ആക്സിലേറ്റർ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്സിലേറ്റർ നിങ്ങൾക്ക് കൊടുത്ത് ആക്സിലേറ്റർ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ആണ് ഫുൾ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് ആക്ച്വലി പെഡൽ അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഇവിടെ ബാറ്ററിയുടെ
പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്, ഓരോ ബ്രിക്കുകൾ ഓരോ കട്ടയായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എത്ര സ്പീഡിലാണ് പോണതെന്ന് ഇവിടെ കാട്ടും. അതുപോലെ തന്നെ ഈ 5-ലാണ് ഇപ്പോൾ പെഡൽ അസിസ്റ്റൻറ്റ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഓഡോ മീറ്ററും കൊടുത്തിട്ടുണ്ട്. ഈ ഓഡോ മീറ്ററിലാണ് എത്ര കിലോമീറ്റർ ഓടുന്നത് നോർമൽ ഇതിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം പെഡൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. പെഡൽ നമ്മൾ അസിസ്റ്റ് ചെയ്യാണ്. പെഡൽ ചെയ്യുന്ന സമയത്ത് മോട്ടറിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടും. അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് കമ്പനി അവകാശപ്പെടുന്നത് 35 കിലോമീറ്ററിലാണ് കമ്പനി പറയണത്. പെഡൽ അസിസ്റ്റന്റ് വെച്ച് 35 കിലോമീറ്ററും നിങ്ങൾ ത്രോട്ടിൽ മാത്രമാണ് ഉപയോഗിക്കണത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 30 കിലോമീറ്ററുമാണ്. പക്ഷേ ഇത് വേരി ചെയ്തിരിക്കും. നിങ്ങൾ ഭാരം കൂടിയ ആൾക്കാരാണ് എന്നുണ്ടെങ്കിലൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തിരിക്കും. ഭാരം കുറഞ്ഞ ആൾക്കാരാണ്, ലഗേജ് കുറവാണ് നിങ്ങൾ ഉപയോഗിക്കണത് എന്നുണ്ടെങ്കിലൊക്കെ കൂടുതൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും, കൂടുതൽ കിലോമീറ്റർ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡോമീറ്ററിൽ തന്നെ 5 മോഡുകളുണ്ട്. പെഡൽ അസിസ്റ്റന്റിൽ തന്നെ 1, 2, 3, 4, 5. 5ാമത്തെ മോഡിൽ കൂടുതലാണ് മോട്ടറിന്റെ സപ്പോർട്ട് ഉണ്ടാവും. നമ്മൾ കുറച്ച് റൈഡ് ചെയ്താൽ മതി. 1ാമത്തേൽ വരുമ്പോൾ നമുക്ക് 1ാമത്തെ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവാം ഏറ്റവും കുറവ് സപ്പോർട്ടാണ് മോട്ടറിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് ഓരോ ഗ്രേഡ് അനുസരിച്ചിട്ട് 1, 2, 3, 4, 5 എന്നാണ് പെഡൽ അസിസ്റ്റന്റ് വരുന്നത്. പിന്നെ ഓരോ ആക്സസറീസും ആഡ് ഓൺ ചെയ്യാനുള്ളതുണ്ട്. ഹെഡ്ലൈറ്റ്, മഡ് ഗാർഡ് കാര്യങ്ങളെല്ലാം ആക്സസറീസ് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. ഇനി ഇതിലാണ് നമുക്ക് വാക്കിംഗ് മോഡ്. ഒരു പാർക്ക് ചെയ്ത് നമ്മളിപ്പോൾ നടക്കുകയാണ്, വെറുതെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ സ്പീഡിലോ 3 കിലോമീറ്റർ സ്പീഡിലോ വണ്ടി പയ്യെ നീങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് റൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരാളായിട്ട് സംസാരിച്ച് നമുക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാതും ഓട്ടോ കട്ട് ഓഫ് ആണ് സുഹൃത്തുക്കളെ. നമുക്ക് എല്ലാ സംഭവങ്ങളും ഓട്ടോ കട്ട് ഓഫ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അത് കാരണം ഇലക്ട്രിക് സൈക്കിളാണ്, വേറെ ഇതുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി കൺസേൺ ആണ്. ഇനി ഇതിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് സൈക്കിൾ ഇന്ത്യയിൽ നമുക്ക് 25 km/h ആണ് പോകാൻ പറ്റുള്ളൂ. 25 ഇന്ത്യയിൽ മാക്സിമം സ്പീഡ് വരണത്. ഇറക്കത്തൊക്കെ ആകുമ്പോൾ ഓഡോമീറ്ററിലും ഇതിലും കൂടുതൽ സ്പീഡ് കാട്ടും, ഇതിൻ്റെ സ്പീഡോമീറ്ററിൽ കൂടുതൽ ഇത് കാട്ടും. അതുപോലെ തന്നെ ഇപ്പുറത്ത് വരാണെങ്കിൽ ലോക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും, വണ്ടി ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും അതുപോലെ തന്നെ ഒരു ഫോണിൻ്റെ സ്വിച്ചൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ആഡ് ഓൺ ചെയ്യുന്നതാണ്. ഒരു എൻട്രി ലെവൽ ആണ്, അതുപോലെ തന്നെ ബെസ്റ്റ് ഓപ്ഷനാണ്. സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള മോഡലാണ്. അധികം ഇതുകളും കാര്യങ്ങളൊന്നുമില്ല. മോട്ടറിൻ്റെ വാറണ്ടിയും കാര്യങ്ങളും അങ്ങനെയാണ് വരുന്നത്. മുന്നേ പറഞ്ഞതുപോലെ 2 വർഷം വാറണ്ടി, ഫ്രെയിമിന് 5 വർഷം വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാറ്ററി ഊരി ചാർജ് ചെയ്യാം. 3 to 4 hours, 5 hours, 4-5 മണിക്കൂർ, 5 മണിക്കൂറൊക്കെ മാക്സിമം, 4 മണിക്കൂറാണ് മെയിനായിട്ട് ഇത് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതാണ് ബാറ്ററി വരുന്നത്. റിമൂവബിൾ ബാറ്ററി ആണ്. ലോക്ക് ഉണ്ട്, ലോക്ക് എടുത്ത് നമുക്കത് റിമൂവ് ചെയ്യാനുള്ള ഒരു സൗകര്യം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ മോട്ടറാഡിന്റെ X2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് സൈക്കിളിന്റെ ഒരു റിവ്യൂ വീഡിയോ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ബാക്ക് ഓൺ ട്രാക്ക് ആണ് യൂട്യൂബിലേക്ക്. എന്തായാലും സ്റ്റേ ട്യൂൺഡ്. നാളെ 6 മണിക്ക് ഇതിലെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.